Good afternoon all. Good afternoon. Good afternoon, madam. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റൂട്ട് വേർഡ്സ് കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? ഓർമ്മയുണ്ടോ? ചെയ്തു. ഇനി അബ്രിവേഷൻസ് അല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്? അതെ മിസ്. രണ്ട് ക്ലാസ്സിൽ വരുന്നുണ്ട് കൺഫ്യൂഷൻ. വിച്ച് മീൻസ് രണ്ടും സെയിം ഒരേ ചാപ്റ്ററിന് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ കുറച്ച് അവർക്ക് അബ്രിവേഷൻസ് കൂടുതലാണ്. നമുക്ക് അപ്പൊ ഒരു ക്ലാസ്സിന്റെ ഒരു ഡിലേ വന്നതുകൊണ്ടാണ് ഒരു പ്രശ്നം വന്നത്. ഓക്കെ, അപ്പൊ അബ്രിവേഷൻസ് ആണ് നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെസ്റ്റ് പേപ്പർ ഉണ്ട്. ടെസ്റ്റ് പേപ്പർ എടുക്കാം. കുറച്ച് അബ്രിവേഷൻസ് പറഞ്ഞിട്ട് നമുക്ക് ടെസ്റ്റ് പേപ്പർ നടത്താം. ഓക്കെ മിസ്. ഓക്കെ, അപ്പോ അബ്രിവേഷൻസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അബ്രിവേഷൻസിൽ ഞാൻ പറഞ്ഞു ജസ്റ്റ് വായിച്ചു പോകുന്നുള്ളൂ, കാരണം അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പഠിക്കാൻ നിങ്ങൾക്കില്ല. എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളതായിട്ടുള്ള തരത്തിലുള്ളതാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പഠിക്കാനായിട്ട് തരുന്നത്. അപ്പൊ നമുക്ക് വായിക്കുമ്പോൾ എല്ലാ അബ്രിവേഷൻസ് വായിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ എക്സ്പ്ലനേഷൻ ഒന്നും പറയുന്നില്ല, കാരണം 320-327 സംതിങ് അബ്രിവേഷൻസ് ഉണ്ട്. നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കംപ്ലീറ്റ്ലി പറയേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മുടെ പോർഷൻസ് നീക്കില്ല, നമുക്ക് ആവശ്യമില്ല. അത് എക്സ്പാൻഷന്റെ മീൻസ് അതിന്റെ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ടൈം വേസ്റ്റ് ചെയ്യാണ്ട് ജസ്റ്റ് അത് വായിച്ചു മാത്രം പോകുന്നുള്ളൂ. കാരണം എന്ത് ചെയ്യാനാണ് 327. ഓക്കെ, അപ്പോ ജസ്റ്റ് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ മാത്രം മതി കേട്ടോ. അപ്പൊ ഇതൊക്കെയാണെന്ന് നമുക്ക് അബ്രിവേഷൻസ് കഴിയുമ്പോൾ അടയാളപ്പെടുത്തി തരാം. അപ്പൊ അതനുസരിച്ചിട്ട് അത് മാത്രം ബൈഹാർട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. പിന്നെ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. പിന്നെ ഇത് വായിക്കുമ്പോൾ കുറച്ച് ബോറിംഗ് ആണെന്ന് അറിയാം, കുഴപ്പമില്ല. കുറച്ച് വായിച്ചിട്ട് നിങ്ങൾ കൊടുത്ത് ജസ്റ്റ് ഒന്ന് വായിപ്പിക്കാം. പ്രിഫിക്സിന്റെ എക്സാം ഇടാം. പ്രിഫിക്സ് അല്ലേ പറഞ്ഞിരുന്നത്? ആണോ? പ്രിഫിക്സ് അല്ലേ നമ്മൾ എക്സാം ഇട്ടിട്ടില്ലല്ലോ പ്രിഫിക്സിന്റെ? ഓക്കെ, നമുക്ക് ഫസ്റ്റ് നമ്മുടെ മോർണിംഗ് ബാച്ച് അതൊക്കെ പ്രിഫിക്സിന്റെ എക്സാം ഒക്കെ ഇട്ടായിരുന്നു, കുഴപ്പമില്ല. അപ്പോ നമുക്ക് കുറച്ചെടുത്തിട്ട് എക്സാമിൽ ഇടാം. ഓക്കെ, അപ്പൊ അബ്രിവേഷൻസ് നോക്കാം. First one, A&P, that is anatomy and physiology. Then A ഇട്ടിട്ട് ഒരു ഡാഷ്, ഒരു ഹൈഫൻ പോലെ. A dash എന്ന് വെച്ചാൽ ബിഫോർ എന്നാണ് അതിന്റെ മീനിങ്. A dash means of each, used in writing prescription. Prescriptions യൂസ് ചെയ്യുന്നതാണ്. Then ABD, abdomen. ABG, arterial blood gas. AC, before meals. ACLS, advanced cardiac life support. And AD lib, and lib means as much as desired. ഞാൻ വായിക്കുമ്പോൾ നിങ്ങളും എന്റെ ഒപ്പം തന്നെ നിങ്ങളുടെ കോപ്പിൽ നോക്കി വായിച്ചു പോകണം കേട്ടോ. ജസ്റ്റ് കേൾക്കില്ല, ഞാൻ വായിക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാം, അത് വായിച്ചു പോകാം. വരാം. സോ ഞാൻ വായിക്കുന്നതിന് എന്നോടൊപ്പം തന്നെ എന്ത് ചെയ്യാം, നിങ്ങളും വായിച്ചു പോയിക്കോളൂ. ഓക്കെ, then A of daily living. Then കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ പല ചാപ്റ്റേഴ്സിലായിട്ട് പഠിച്ചിട്ടുള്ള ടേമുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് തന്നെ പോവുക. Then ബ്രേക്ക് ആവുന്നുണ്ടോ? സ്റ്റക്ക് ആവണോ? ഓക്കെ, ക്ലിയർ ആക്കാം കേട്ടോ.
ഓക്കെ, കണ്ടിന്യൂ ചെയ്യണേ. ADL, activity of daily living. Then next AED, automated external defibrillator. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, പഠിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും പഠിച്ചതായിട്ട് ഓർമ്മയുണ്ടോ? ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ. യെസ്, ഓർമ്മ ഉണ്ടെങ്കിൽ കൊള്ളാം, കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണത്. ഇനി വോയിസ് വല്ല ബ്രേക്ക് ആവുകയാണെങ്കിൽ ഒന്ന് പറയാം കേട്ടോ, ജസ്റ്റ്. Then AF, atrial fibrillation. Then AIDS, AIDS, acute immunodeficiency syndrome. Then AK means above the knee, AKA, above the knee avulsion. Then A line, arterial line. Then AMA, against medical advisor. LAMA, പഠിച്ചത് ഓർമ്മയുണ്ടോ? എന്താ ലാമ? LAMA, what LAMA stands for? The LAMA, live against LAMA, medical advice, അല്ലേ? അപ്പോ AMA means against medical advice. Okay, ഓർമ്മയുണ്ടോ? ചെക്ക് ചെയ്താണ് കേട്ടോ. Then AMB means ambulatory. AMI, acute myocardial infarction. AMS, altered mental status. Then AO for alert and oriented to person, place, time, and self. Then AP means antero-posterior, front to back, action potential, angina pectoris, anterior pectorality, arterial pressure. Then APC. APC ആണ് നമ്മൾക്ക് പറഞ്ഞത്. AQ means water. അക്വ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, വാട്ടർ, അക്വ, അത് കേട്ടിട്ടുണ്ടോ? അക്വ. യെസ്, അതിന്റെ തന്നെ ഷോർട്ട് ഫോം ആണ് AQ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, വാട്ടർ. Then ARDS, acute respiratory distress syndrome. അതും നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ചാപ്റ്ററിൽ ഓർമ്മയുണ്ടോ? ARDS. ഓക്കെ. Then ASA, aspirin, acetylsalicylic acid. Then AZA, as soon as possible. Common ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ള ഒരു ടേം ആണ് as soon as possible. Then ASHD, arteriosclerotic or arteriosclerotic heart diseases. Then AV, A-V, atrioventricular arteriovenous. Next നോക്കാം, BBB, triple B, bundle branch block. Then BID, അല്ലെങ്കിൽ PID, BID എന്നും പറയാം, അല്ലെങ്കിൽ BD എന്ന് വിളിക്കുന്നത് twice daily. Then BKA, below the knee ambulation. Then BM, bowel movement. BP, blood pressure. BS, Bachelor of Science. BSA, body surface area. BX, biopsy. നമ്മള് ബയോപ്സിക്ക് അയക്കാറുണ്ട് ഇല്ലേ? ഏത് അസുഖത്തിനാണ് ബയോപ്സി ചെയ്യുന്നത്? നമ്മള് ക്യാൻസർ ഒക്കെ ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബയോപ്സിക്ക് അയക്കുന്നത്. അപ്പോ BX എന്നുള്ളത് ബയോപ്സി എന്നുള്ളൊരു ടേം ആണ്. ഇതൊക്കെ ഒന്ന് പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കുക. Then C dash means with C degree Celsius. CA, calcium. Then capital CA, cardiac arrest. അത് രണ്ടും ഒന്ന് കൺഫ്യൂഷൻ ആണ്, മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഷോർട്ടില്, അതായത് ചെറിയതില് സ്മോൾ ലെറ്റർ CA എന്ന് ഉദ്ദേശിക്കുന്നത് കാൽസ്യം. Then രണ്ടും ക്യാപിറ്റൽ, സിയും എയും ക്യാപിറ്റൽ വരുന്നത് കാർഡിയാക് അറസ്റ്റ് ആണ്. എക്സാമിന് കൺഫ്യൂഷൻ ആയിട്ട് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്. അത് നമ്മൾക്ക് അറിയാമെങ്കിലും പക്ഷേ നമ്മൾ ഈ ഒരു ക്യാപിറ്റലും സ്മോൾ ലെറ്ററും വരുമ്പോൾ പലർക്കും തെറ്റിപ്പോകാറുണ്ട് അവിടെ. ഓക്കെ, CA കാൽസ്യം, ക്യാപിറ്റൽ CA കാർഡിയാക് അറസ്റ്റ്. Then CABG coronary artery bypass graft. Then CAD coronary artery diseases. Then CBC complete blood count. CC cubic centimeter. CC or C/C chief complaint.
Then CCU, coronary care unit. Then CHF, congestive heart failure. CI, chloride. CM, centimeter. CN cube, cubic centimeter. CNS, central nervous system. Then C/O means complaint of. Then CO, cardiac output. CO2, carbon dioxide. Then COLD, cold means chronic obstructive lung diseases. COPD, chronic obstructive pulmonary disease. ഈ സിഒയിലും COPD നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പഠിച്ചിട്ടുണ്ടോ? Yes, okay. Then CPR, sorry, CP, chest pain. Then chemically pure cerebral palsy. അപ്പോ ഈ CP എന്നുള്ളതിന് മൂന്നെണ്ണത്തിലും പറയാം. അതായത് ചെസ്റ്റ് പെയിൻ, കെമിക്കലി പ്യുവർ അല്ലെങ്കിൽ സെറിബ്രൽ പ്ലാസി. ഇതിനെല്ലാം CP എന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളൊരു എക്സാം ഇപ്പൊ കമന്റിൽ ചോദിച്ചായിരുന്നു CCU അല്ലേ ചോദിച്ചത്, കൊറോണറി കെയർ യൂണിറ്റ്. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്നും പറയാറുണ്ട്. ഓക്കെ, സെയിം തന്നെയാണ്. ചില അബ്രിവേഷൻസ് ഒരു അബ്രിവേഷൻസിന് തന്നെ പല മീനിങ്ങിലും പറയാറുണ്ട് കേട്ടോ. COPD ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് മറ്റു ചാപ്റ്റേഴ്സിൽ പഠിക്കാനായിട്ട് COLDയും COPDയും വരുന്നുണ്ട് കേട്ടോ. അടയാളപ്പെടുത്തി തരാം, ഏതൊക്കെ പഠിക്കേണ്ടതെന്ന് അടയാളപ്പെടുത്തി തരാം. ഓക്കെ, ഒത്തിരി ചാപ്റ്റർ വൈസിൽ വരുന്നതൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പഠിക്കുക തന്നെ ചെയ്യണം. Then CPR, cardiopulmonary resuscitation. Then CRNA, certified registered nurse anesthetist. Then CRT, capillary refill time cathode ray tube. Then CSF means cerebrospinal fluid. CSM, carotid sinus message, cerebrospinal meningitis. Then CVR, cerebrovascular accident. CVP, central venous pressure. CXR, chest X-ray. D&C, relation and curettage. D/C, discontinue. Then differential. Dic means digoxin. Then DR, diabetes mellitus. DOA, dead on arrival. DOE, dyspnea on exertion. DON, director of nursing. Okay, അബ്രിവേഷൻസ് ഇത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കൂ. 74 വരെ ഒന്ന് വായിക്കാം കേട്ടോ. വരെ വായിച്ചു നോക്കിക്കോളും. ജസ്റ്റ് വായിച്ചു പോകാനുള്ളത് കേട്ടോ. ഈ ഒരു ചാപ്റ്റർ 327 നമുക്ക് അടുത്തൊരു ക്ലാസ്സോട് കൂടി അബ്രിവേഷൻസ് കഴിയും. എടുക്കാത്ത ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അബ്രിവേഷൻസ് ആണ്, എല്ലാം പഠിക്കാനില്ല. പിന്നെ നമ്മുടെ ചാപ്റ്റർ ബേസ് ഒക്കെ വരുന്നതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ. ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് പ്രത്യേകം വായിക്കുമ്പോൾ ഒന്ന് അടയാളപ്പെടുത്തി പോവുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം പറഞ്ഞ ക്ലാസ് തീരും അല്ലെ. പക്ഷെ നമുക്ക് ഓൾറെഡി നമ്മുടെ സിലബസിൽ ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കത് വായിക്കണം, എന്തായാലും അത് വായിച്ചേ പറ്റൂ. അപ്പൊ നമ്മള് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഇടയിൽ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒത്തിരി ഇപ്പൊ നമ്മൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ. നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിൽ പഠിച്ച കാര്യങ്ങൾ വരുന്നുണ്ട്.
അങ്ങനെ വായിക്കുമ്പോ നമ്മൾ പഠിച്ച കാര്യങ്ങളും അതിൽ ഓൾറെഡി ഉൾപ്പെടുന്നുണ്ടല്ലോ. നമുക്ക് ബാക്കി സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. വായിക്കണം എന്തായാലും. അതിൽ നിന്ന് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ളത് ഇതുവരെ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളത് വെച്ചിട്ടാണ് നിങ്ങളോട് അത് മാത്രം പഠിക്കാന്ന് പറയുന്നത് കേട്ടോ. വായിച്ച് നമുക്ക് തീർക്കാം, കുഴപ്പമില്ല. അതുകൊണ്ടാണ് കേട്ടോ. കുഴപ്പമില്ല, അങ്ങനെ ഇമ്പോർട്ടന്റ് മാത്രം നോക്കിയാൽ മതി എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം, അതിൽ പ്രശ്നമില്ല. പക്ഷെ അതിനിടയിൽ ഇതുപോലെയൊക്കെ വരുന്നുണ്ട്, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് വായിച്ചു പോണല്ലേ ഉള്ളൂ, എക്സ്പ്ലനേഷൻ ഒന്നും തന്നില്ലല്ലോ. ഞാൻ വായിക്കുന്നത് ബോറിംഗ് ആണെന്ന് എനിക്കറിയാം കേട്ടോ. നിങ്ങളുടെ ഒപ്പം തന്നെ എനിക്കും അതുപോലെ ഞാൻ എക്സ്പ്ലനേഷൻ ഒന്നും ചെയ്യാത്തതുകൊണ്ട് അതും ഒരു ബോറിംഗ് ആണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞേ പറ്റൂ. കാരണം നമ്മൾ ഈ ഒരു ഹോസ്പിറ്റലിൽ മീൻസ് നമ്മൾ നിങ്ങളൊരു ജോലിയിൽ പിന്നീട് പ്രവേശിക്കുമ്പോൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ അബ്രിവേഷൻസും അവിടെ ഉപയോഗിക്കുന്ന മെഡിക്കൽ കോഡുകളും ടേമുകളും അല്ലേ? ആണോ? നിങ്ങൾ ഇതൊന്ന് ചിന്തിച്ചു നോക്കി. ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ? നമ്മൾ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഇതുപോലെ പ്രിസ്ക്രിപ്ഷൻസിലോ മറ്റും എന്തെങ്കിലുമൊക്കെ നമുക്ക് തരികയാണ്. അപ്പൊ ഇങ്ങനെ ഷോർട്ട് ഫോം ആയിട്ട് നമ്മളിത് മറ്റുള്ളവരോട് പോയി ചോദിക്കണം അല്ലെ? ഇതിന്റെ മീനിങ് എന്താണെന്നൊക്കെ നമ്മൾ ചോദിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഇങ്ങനൊരു ഇപ്പൊ നിങ്ങൾ ഈ ഒരു അബ്രിവേഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ടെസ്റ്റിന്റെ റിസൾട്ടിലോ എന്തെങ്കിലും ഇങ്ങനൊരു അബ്രിവേഷൻസോ അല്ലെങ്കിൽ ഷോർട്ട് ഫോമോ എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ ഇനി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു പഠിച്ചു കഴിയുമ്പോ. ഇല്ലേ? പറ്റില്ലേ? പറ്റുമോ? ഇത് പറ്റി ഇവിടെ ഇല്ല ആരും. ഒരു ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും ഉറക്കത്തിലേക്ക് പോവുകയാണോ? അതും ഒരു ബോറിംഗ് ചാപ്റ്റർ ആണ്, അതാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ആണോ? ഓക്കെ, അപ്പൊ ഇനി അബ്രിവേഷൻസ് ഒക്കെ ഇനി നമുക്ക് കിട്ടുന്നതൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, ഉച്ച സമയമാണല്ലോ, നല്ല രീതിയിൽ ഉറക്കമൊക്കെ വരുന്ന ഒരു ടൈമാണെന്ന് അറിയാം. അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു ബോറിംഗ് ചാപ്റ്ററും കൂടി ആവുമ്പോ അല്ലെ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ അറിയാം. പക്ഷെ പഠിച്ചേ പറ്റും അല്ലെ? ഒരു ക്ലാസ്സും കൂടി മതി. ഇമ്പോർട്ടൻസ് പറഞ്ഞു തരാം. ഇമ്പോർട്ടൻസ് നമ്മൾ വായിച്ചതിന് ശേഷം പറഞ്ഞു തരാം. 74 വരെ നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. അപ്പോ 74 വരെ ഒന്ന് പഠിച്ചോളൂ. ജസ്റ്റ് വായിച്ചു നോക്കാം കേട്ടോ, പഠിക്കാനല്ല വായിച്ചു നോക്കാം. പ്രിഫിക്സ് എക്സാം ഇടാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ദിവസം സഫിക്സ് ഇടണം, റൂട്ട് വേർഡ്സ് ഇടണം, കുറച്ച് അബ്രിവേഷൻസ് ഇടണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പ്രിഫിക്സ് മാത്രം മതിയോ അല്ലെങ്കിൽ നമുക്ക് എല്ലാം ഇങ്ങനെ ഒരു 10 മാർക്കിനൊക്കെ മതി? നിങ്ങളുടെ അഭിപ്രായം എന്താ? ലാസ്റ്റ് ഞാൻ ചോദിക്കാം കേട്ടോ. അപ്പൊ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയേ വേണ്ട. അതിനുവേണ്ടി ഒരു എക്സാം ഇടാന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എടുക്കുകയാണ്. 74 വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. 75 നോക്കാം. DOS ഡെഡോസിൻ, DPT എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? DPT ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. DPT വാക്സിൻ ഓർമ്മയുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് എടുക്കുന്ന വാക്സിൻ. ഓക്കെ, ഡിഫ്തീരിയ, പെർtussis ആൻഡ് ടെറ്റനസ് toxoid vaccine. Then DST, dry sterile dressing. DTAP, diphtheria, tetanus, toxoids and acellular pertussis vaccine. Then DTP, DPT ഉണ്ട്, DTP ഉണ്ട് കേട്ടോ, മാറി പോകരുത്. Diphtheria, tetanus, toxoids and pertussis vaccine. DTS, delirium tremens. DVT, deep venous thrombosis. Then D5W, dextrose 5% in water. DX, diagnosis. Important ആണ് പദം. DX, diagnosis. രോഗനിർണയം. Then ECG, electrocardiogram. ED, emergency department. അപ്പോ ER എന്തായിരിക്കും? ED, emergency department. ER എന്തായിരിക്കും? ഒന്ന് ഗസ് ചെയ്തോക്കെ. ER എമർജൻസി റൂം നോക്കാം. EDC, estimated date of confinement. EEG, electrocephalogram. Then EG, example. For example, നമ്മൾ എഴുതാറില്ലേ നോട്ടൊക്കെ എഴുതുമ്പോൾ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നിരത്തി പിടിച്ച എക്സാമ്പിളിന്റെ സ്പെല്ലിംഗ് എഴുതാറുണ്ടോ? EG നമ്മൾ കൊടുക്കും അല്ലെ? അതുപോലെ തന്നെ നമ്മള് ദാറ്റീസ് നമ്മൾ എന്താ കൊടുക്കുന്നത്? ഷോർട്ട് ഫോം അബ്രിവേഷൻ കൊടുക്കുന്നത്
ദാറ്റ് ഈസ് എന്ന് നമ്മൾ എഴുതുന്നതിന് പകരം ഐ എന്ന് കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ സോ എക്സാമ്പിൾ ജി കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു പറഞ്ഞത് അവിടെ മനസ്സിലാവാൻ വേണ്ടി. Then EKG ഇലക്ട്രോകാർഡിയോഗ്രാം, ENT ഡോക്ടറിന്റെ അടുത്തൊക്കെ പോകുന്നത് അല്ലെ. എന്തൊക്കെയാണ് അപ്പൊ അവിടെ ചെയ്യുന്നത്? ഇയർ, നോസ്, ത്രോട്ട്. ER എമർജൻസി റൂം. Then ET endotracheal tube. endotracheal tube പഠിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ET. Yes, okay. Then ETA estimated time of arrival. Then ETAOH ethyl alcohol. Then ETT endotracheal tube, degree percentage of degrees Fahrenheit. Then FiO2 fraction on inspired oxygen. Then FBS fasting blood sugar. ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഫാസ്റ്റിംഗ് നോക്കാറുണ്ട്, അതറിയാമോ? ഫാസ്റ്റിംഗ് നോക്കും. ദെൻ ഫുഡ് കഴിച്ചതിന് ഇത്ര 1 മണിക്കൂറോ അങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അതിനുശേഷവും വീണ്ടും ചെക്ക് ചെയ്യാറുണ്ട്. സോ FBS അപ്പൊ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. FBS ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. ദെൻ FE iron, FHR fetal heart rate, FHT fetal heart pounds. Then FHX family history, FL femtoliter, FL fluid, FLD fluid. ഫ്ലൂയിഡിന് തന്നെയാണ് FL-ഉം അതുപോലെ തന്നെ FLD എന്ന് പറയുന്നത് ഫ്ലൂയിഡിന് തന്നെയാണ്. Then FSH cholesterol stimulating hormone. Then FX fracture, G means ground, GB gallbladder, GI gastrointestinal, GM ground, GR green. Then GSW gunshot wound, GTT drops, GTT capital GTT means glucose tolerance tester. Then GO genitourinary. Then GYN gynecology, gynecula. H hour capital H hypodermic. Then H hypodermic. Then H and H, hemoglobin and hematocrit. Then HRP, history and physical. H/A, headache. HB, hemoglobin. HCT, hemocrite. Then HG, mercury. HGB, hemoglobin. HH, hiatal hernia. HIV, human immunodeficiency virus. Then H2O, water. H2O2, hydrogen peroxide. Then HPI, history of patient illness. HR, hour. HS, at bedtime. Then HTN, hypertension. HX, history. HZ, heads up. I and O, intake and output. IC, intracardiac inspiratory capacity, irritable colon. Then ICP, intracranial pressure. Then ICU. What's the meaning of ICU? Then abbreviation short form. ICU ഒക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളല്ലേ. ഇത് ICU, intensive care unit. Then IDDM, insulin dependent diabetes mellitus. Then IM, ICU ഒക്കെ ഏതൊക്കെ ചോദിച്ചാലും പറയാൻ പറ്റുമല്ലോ. Then intramuscular. കുറെ കാര്യങ്ങളെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ കവറായിട്ട് നമ്മളുടെ മനസ്സിൽ വേണം. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും മറന്നു പോകാൻ പാടില്ല. ഇൻ കേസ് ഈ കോഴ്സ് കഴിഞ്ഞാലും എപ്പോ ചോദിച്ചാലും ഏത് ഉറക്കത്തിൽ നമ്മൾ പറയാൻ സാധിക്കണം. നമ്മൾ അങ്ങനെ പഠിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് അത് മനസ്സിൽ ഒപ്പിച്ച് പഠിക്കുക. അപ്പൊ ഒരിക്കലും അത് മറന്നു പോകില്ല. ചില സമയത്ത് നമ്മൾ എക്സാമിന് വേണ്ടി പഠിക്കുന്നത് പറയാറുണ്ട്. അപ്പൊ അതിനു വേണ്ടി മാത്രമായിട്ട് നമ്മൾ പഠിക്കുന്നത്, ബാക്കി നമ്മൾ ആ കാര്യം നോക്കാറില്ല. സോ ഇങ്ങനെയുള്ള കുറച്ച് അപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ചാപ്റ്ററിൽ വരുമ്പോൾ അത് എന്ത് ചെയ്യുക, മനസ്സിൽ തറായിട്ട് പഠിച്ചു വെക്കുക. കാരണം പിന്നീട് പല ചാപ്റ്റേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പൊ അപ്ലിക്കേഷൻസ് വന്നപ്പോ നമുക്ക് ആ പഠിച്ച് കുറെ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ഒന്ന് ഓർക്കാൻ സാധിക്കണം.
Then I of introsequous IPB, intermittent positive pressure breathing. Then IUD, intravenous contractive device, IV intravenous, JVD, jugular venous distinction. Then K plus potassium, KCI, potassium chloride, kg kilogram. Then KUB, kidney, arteries and bladder. KVO, keep vein open. Then L means liter. LAP means lactation, laparoscopic assisted colotomy. Then IBS, mount. LE, lower extremity, left eye, left eye, erythrometers. LLL, left lower lobe of lung. Then LLQ, left lower quadrant of abdomen. Then L/M, liters per minute. LMP, last menstrual period. Then LOC, ഈ LMP നമ്മള് പ്രഗ്നൻസി ടൈമില് ഗൈനക്കിന്റെ ആ ഒരു പ്രഗ്നൻസി ആ മൊമെന്റ് ചീട്ടിൽ എഴുതിയിട്ടുണ്ടാവും LMP ഡേറ്റും ഓർമ്മയുണ്ടോ അങ്ങനെ മീൻസ് ഓക്കെ. അപ്പൊ ചിലർക്ക് അറിയാൻ പറ്റും അതിനെ കുറിച്ച്. അപ്പൊ LMP എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. Then LPM, liters per minute. LPN, licensed practical nurse. പ്രിസ്ക്രിപ്ഷൻസിലും ഉണ്ടാകും കേട്ടോ. Then LR, lactate ringers. ഇത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. വൺ 165 വരെ നമ്മൾ പറഞ്ഞു. പിന്നെ 76 തുടങ്ങി അത് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. 75 വരെ. വൺ 165 വരെ വായിക്കാം. ചില അബ്രിവേഷൻസ് ഒരെണ്ണം തന്നെ പല ഇതിനും പറയുന്നൊക്കെയുണ്ട് കേട്ടോ. ECG ഇലക്ട്രോകാർഡിയോഗ്രാം, അതുപോലെ തന്നെ EEG ഇലക്ട്രോസെഫാലോഗ്രാം കേട്ടോ. യൂട്രസ് ഇട്ടത് അക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ട്യൂബൊക്കെ ഇല്ലേ, മൂത്രനാളികൾ എന്നൊക്കെ പറയും. യൂറിന്റെ ട്യൂബൊക്കെ ഇല്ലേ. പഠിച്ചു നോക്കിക്കോളൂട്ടോ എല്ലാവരും.
നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ പഠിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പോയിക്കോളൂ കേട്ടോ. പഠിച്ചതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അതും ഒന്ന് മാർക്ക് ചെയ്ത് പോയിക്കോളൂ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? അടുത്തത് നോക്കാം. LSD മീൻസ് lysergic. LSD lysergic acid dichlorate. Then LUL left upper lobe the lung. LUQ left upper lobe the lung. Then LVN licensed vocational nurse. meter. MAE moves or extremates. Then MAEW moves or extremates. Then MAP mean arterial pressure. Then MCG microgram. MCL mid-clavicular line modified chest lead. MEQ milliequivalent. MG milligram. Then MI myocardial infarction. MICU mobile intensive care unit അല്ലെങ്കിൽ മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. രണ്ടും MICU തന്നെയാണ് അബ്രിവേഷൻ പറയുന്നത്. Then min means minute. Then ML milliliter. MM millimeter. mmHg millimeters of mercury. Then MRI എവിടെയാണ് MRI കേട്ടിട്ടുള്ളത്? MRI എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർമ്മയിപ്പോ? MRI ആരും കേട്ടിട്ടില്ല? MRI ഹെഡാണ്. ഓക്കെ, സ്കാൻ, MRI സ്കാൻ എന്ന് പറയാറുണ്ട് അല്ലെ? റേഡിയോളജിയിൽ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഓക്കെ, MRI magnetic resonance image. MS morphine sulfate multiple sclerosis. Then MSO4 morphine sulfate. Then MVA and motor vehicle accident. MVC motor vehicle crash. MVP mitral valve prolapse. Then N normal. NA sodium. NaN/A not applicable. Then NaCl sodium chloride. NAD no apparent distress, no applicable diseases. Then NaHCO3 sodium bicarbonate. Then NC nasal cannula. NG nasogastric. NICU neonatal intensive care unit. NDDM non-insulin dependent diabetes mellitus. NKA no known allergies. Then NKDA no known drug allergies. NPA nasopharyngeal airway. NPO nil per OS. NS normal saline. NSR normal sinus rhythm. NTG nitroglycerin. Then N/B and nausea and vomiting and diarrhea. NPD neck vein distinction. O2 oxygen. OB obstruction. ഒരു പേജ് കൂടി പറയാം കേട്ടോ, ഒരു പേജ് കൂടി എടുക്കുന്നുള്ളൂ. നോക്കാം. OPS organic brain syndrome. OD overdose, right eye optical density outside diameter doctor of optometry. Then OP outpatient. അപ്പോ IP നമ്മൾ എന്തായിരിക്കും? OP outpatient. IP inpatient. Okay,
Then OPA, oropharyngeal airway. OR, operating room. OS, left eye. OU, both eyes. OZ, arm. Then P after, PC after meals. PCO2, partial pressure of carbon dioxide. PDR, physician desk reference. Then PE, pulmonary embolism physical examination. Then PEA, pulseless electrical activity. Then PEARL, pupils equal and reactive to light. PEDS, pediatrics. PEEP, positive and expiratory pressure. Then PE, same തന്നെ people equal and same തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. PERRL, people's equivalent, round and reactive to light. pH, hydrogen ion concentration. Then PPID, pelvic inflammatory diseases. PND, paroxysmal nocturnal dyspepsia. Okay, 234 അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ എടുത്തത്. ഇനി അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നിങ്ങളത് നോട്ട് ചെയ്തോളൂ, ഞാൻ പറയാം. അതനുസരിച്ചിട്ട് നമ്പർ വാങ്ങിക്കാം, നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് പോയിക്കോളൂ കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്പേഴ്സ് മാത്രം പറഞ്ഞാൽ മതിയോ? നമ്പേഴ്സിനെ വായിച്ചോട്ടെ, നിങ്ങൾ അടയാളപ്പെടുത്തിക്കോളൂ നമ്പേഴ്സ് പറഞ്ഞാല്. ഓക്കെ ഓക്കെ, ഫസ്റ്റ് 5, 5, 6, 7, 5, 6, 7. Then 10, 12, 16, 18, 25, 25, 25. അല്ലേ പറയണോ? സ്പീഡ് കൂടിയാ? Then 30, 30, 30. 35, 30 കഴിഞ്ഞാൽ 35. Then 37, 40, 41, 42, 43 വരെ. 40, 41, 42, 43. Then 52, 52, 52. $52 വരെ അല്ലേ അടയാളപ്പെടുത്തിയത്? ഓക്കെ, ഇതെല്ലാം പഠിക്കണം. കാരണം ഇത്രയും 327 അത്രയും ഷോർട്ട് ആക്കി തന്നിരിക്കുകയാണ് കേട്ടോ, കുറച്ച് തന്നിരിക്കുകയാണ്. അപ്പൊ അതെങ്കിലും ഒന്ന് പഠിക്കുക കേട്ടോ. Then 56, 57, 56, 57. 56, 57. Then 59. ഇതിൽ നിങ്ങൾ പഠിച്ചതൊക്കെ വരുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് വലിയ അധികം കുറെ തന്നല്ലോ എന്ന് വിചാരിക്കണ്ട, കുറെയൊക്കെ നമുക്ക് അറിയാവുന്നതൊക്കെ വരുന്നുണ്ട്. 59. Then 62.
62, 66, 66, 74, 74. Then 83, diagnosis ആണത്, DX അതൊക്കെ അറിയാവുന്നതാണ്. Then 84, ECG അതും നമുക്ക് അറിയാവുന്നതൊക്കെ തന്നെയാണ്. 84, 85, ED എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അതൊക്കെ സിമ്പിൾ അല്ലേ? Then 87, EEG 87. ECG, EKG സെയിം ആണ്. Then 19, ENT 19. 90. 91, 91. 95, ETT endotracheal tube നമ്മൾ പഠിച്ചിട്ടുള്ള സംഭവം തന്നെയാണ്. Then 100 and 101. 100, 101. Note 1. Then 115, 115, GTT, glucose tolerance test. GTT. Then ഗൈനക്ക് അറിയാലോ, അടയാളപ്പെടുത്തണ്ട, GYN. Then 124, 124, 124 കേട്ടോ. HB, hemoglobin. Then 126, HG, mercury. One to 9, HIV. 1 to 9, HIV. One to 9, HIV. H2O വാട്ടർ ഒക്കെ അറിയാലോ. Then 141, ICU നമ്മൾ പഠിച്ച സംഭവം തന്നെയാ, ICU. Then 152, KUB, 152, KUB. KUB. Then 164, LPN. 164, LPN. Then 169, LVN, licensed vocational nurse. Then 178,
MI, myocardial infarction. പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. Then 184 MRI. 184 MRI. Then last 197, 198 MVA, MVC. എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് അത്. MVA, MVC. Then next വരുമ്പോ 198 NICU പഠിച്ചിട്ടുള്ളതാണ്. Then 209 NVD. 209 NVD. Important ആണ് NVD. Then 212 OBS. Then 270, 280 OS and OU. Left eye both eye. എക്സാമിൽ എപ്പോഴും ചോദിക്കാറുണ്ട്, അത് കൺഫ്യൂഷൻ വരാറുണ്ട് എല്ലാവർക്കും. (216, 217) OR. Sorry, OS. അതായത് OS എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഐ, OU both eye. Okay. Then 221 PC after meals. ഇതൊക്കെ നമുക്ക് എപ്പോഴും ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ടേമാണ്. 221 ആഫ്റ്റർ മീൽസ്. ഇത്രയും വരുന്നത് 234 വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും അടയാളപ്പെടുത്താനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇനി എക്സാം അടുത്ത ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം ഇനിയിപ്പോ ടൈം കിട്ടില്ല നമുക്ക് അതിനുള്ള. എക്സാം 5 minutes പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഇപ്പൊ നമുക്ക് ഇനി അടുത്തത് അബ്രിവേഷൻസ് പറഞ്ഞ് നമുക്ക് ഇനി കുറച്ചും കൂടെ അല്ലേ ഉള്ളൂ. അത് പെട്ടെന്ന് തീരുമായിരിക്കും. അപ്പോ അടുത്തൊരു ക്ലാസ്സില് പ്രിഫിക്സിൽ നിന്നും ഒരു 10 എണ്ണം, സഫിക്സിൽ നിന്നും ഒരു 10 ക്വസ്റ്റ്യൻ വിട്ടാലോ, എന്താണ് അഭിപ്രായം? ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകുള്ളൂ. ദെൻ അടുത്ത ദിവസം നമുക്ക് റൂട്ട് വേർഡ്സ് നോക്കാം. എങ്ങനെയാണ് നോക്കാം, പറ്റുന്ന പോലെ. ഇതിലെങ്കിലും പ്രിഫിക്സ് മാത്രമായിട്ട് എടുക്കാം. അല്ലെങ്കിൽ ടൈം കിട്ടുവാണെങ്കിൽ കുറച്ച് സഫിക്സും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, എന്താ നിങ്ങളുടെ അഭിപ്രായം? പ്രിഫിക്സ് മാത്രം മതിയോ, അല്ലെങ്കിൽ ഓരോ ദിവസമായിട്ട് എടുത്താൽ മതിയോ? എന്താണ്, ഒരുമിച്ചെടുക്കണോ അല്ലെങ്കിൽ പ്രിഫിക്സ് മാത്രം മതിയോ? പ്രിഫിക്സ് തന്നെ മതി ആണോ? എല്ലാവരുടെ അഭിപ്രായം അങ്ങനെ തന്നെയാണോ? റെസ്പോണ്ട് ഇല്ലല്ലോ. മതിയോ അങ്ങനെ? പ്രിഫിക്സ് മാത്രം മതിയോ? റെസ്പോണ്ട് ചെയ്തോ. അങ്ങനെ മതി. ഓക്കെ, ഇനി സഫിക്സ് കൂടി വരുമ്പോ കൺഫ്യൂഷൻ ആകണ്ട. ഓക്കെ, അപ്പോ ഇനി നമുക്ക് വെനസ്ഡേ അല്ലേ ക്ലാസ് വരുന്നത്? വെനസ്ഡേ ആണോ? ഓക്കെ, അപ്പോ വെനസ്ഡേ വരുമ്പോ പ്രിഫിക്സിന്റെ എക്സാം എടുക്കും. ദെൻ അടുത്ത ദിവസം വരുമ്പോ നെക്സ്റ്റ് ഡേയില് സഫിക്സ് എടുക്കാം, റൂട്ട് വേർഡ്സ്. ഈ ഒരു ചാപ്റ്റർ നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ഒരു ചെറിയൊരു എക്സാം പോലെ അങ്ങനെ നടത്തിപ്പോയാലോ? മതിയോ അങ്ങനെ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം, പറയൂ. മതി. ഓക്കെ, ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രിഫിക്സ് നോക്കിയിട്ട് വരിക കേട്ടോ. പിന്നെ നമുക്ക് എക്സാം എടുത്തിട്ടുണ്ടെങ്കിൽ സിവിലായിട്ട് ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും ഇനിയിപ്പോ സഫിക്സും പ്രിഫിക്സും കൂടി കുട്ടി കുഴക്കണ്ട. ഏതെങ്കിലും ഒരേതായിട്ട് കേട്ടോ. ഇതിന് പുറത്തു നിന്നൊന്നും ചോദിക്കാറില്ല, കാരണം ഇത് ഒത്തിരി ഉണ്ട്. ഇനി അതിന് പുറമെ ഒന്നും ഒരിക്കലും ചോദിക്കാറില്ല. നിങ്ങളോട് നമ്മൾ ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ളത് വെച്ചിട്ടാണ് ഈ സെലക്ട് ചെയ്ത് തന്നിരിക്കുന്നത് കേട്ടോ. അതിന്റെ അപ്പുറം ചോദിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ടെൻഷനൊന്നും ആവേണ്ട. അപ്പോ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ നോട്ട്ബുക്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് എഴുതിയിരിക്കുന്നത് മാത്രം ഒന്ന് എഴുതി വെക്കുക. എല്ലാവർക്കും പറ്റുമെന്ന് എനിക്ക് അറിയില്ല, പറ്റുന്നവര്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ അത് മാത്രം നമുക്ക് പഠിച്ചാൽ മതി കേട്ടോ. എക്സാം ഈ മന്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിട്ട് പോർഷൻസ് കഴിഞ്ഞാൽ എക്സാം ഉണ്ടാവും. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ ചാപ്റ്റേഴ്സ്. ഓക്കെ, താങ്ക് യു ഓൾ.